അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് ഗ്യാസിന്റെ മരുന്നുകളൊക്കെ എടുത്ത് കഴിക്കും. കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ നെഞ്ചിനും നമ്മുടെ ബാക്കിനും ഇടയിലായിട്ട് ഒരു വല്ലാത്ത വേദന അനുഭവപ്പെടുക. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് ഗ്യാസിന്റെ മരുന്നുകളൊക്കെ എടുത്ത് കഴിക്കും. പക്ഷെ തിരിച്ചു വീണ്ടും വേദന വരുന്ന കാണാം. ഇത് പലപ്പോഴും സംഭവിക്കാൻ കാരണം നമ്മുടെ ഈ ബാക്കില് നമുക്ക് ഈ കഴുത്തിനും നടുവിന്റെയും ഇടയിൽ വരുന്ന സ്പൈൻ ഉണ്ട്, നട്ടല്, അതിന്റെ ഇടയിൽ ചെറിയ കുഷൻ ലൈക്ക് ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. അതിന്റെ പേര് ഡിസ്ക് എന്ന് പറയും. ഈ ഡിസ്ക് ചിലപ്പോൾ പുറത്തേക്ക് തള്ളി വരാം, അല്ലെങ്കിൽ അതിൽ നീർക്കെട്ട് വരാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് ഈ പുറകിലേക്കുള്ള മസിൽസിലേക്കൊക്കെ ഉള്ള ഞരമ്പുകളെ കംപ്രസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ അമർത്തും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേദന ആന്റാസിഡ്സോ അല്ലെങ്കിൽ ഗ്യാസിനുള്ള മരുന്ന് കഴിച്ചിട്ടും പിന്നെയും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് ഈ പുറകില് ഈ ഒരു ഏരിയയിൽ വരിക, ഷോൾഡർ ബ്ലേഡിന്റെ ഇടയിലൊക്കെ നല്ല പെയിൻ വന്നുകൊണ്ടേ ഇരിക്കുക. നമ്മളൊന്ന് തിരിയുക, അല്ലെങ്കിൽ ഒന്ന് കുനിയുക, ഒന്ന് ചുമക്കുക, അല്ലെങ്കിൽ ഒന്ന് തുമ്മുക, അപ്പോഴൊക്കെ ശക്തമായിട്ട് വേദന ഈ ഭാഗത്തുനിന്ന് വരിക. ഇനി നെഞ്ചില് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ്, എന്തോ വെച്ച് കെട്ടിയതുപോലത്തെ ഒരു ഫീലിംഗ്, ഇതൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഡിസ്കിനെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഐ മീൻ സ്പൈനെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ സ്പൈനിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുക. അല്ലാതെ അത് വയറിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഇരിക്കാതിരിക്കുക. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ടിപ്സ് ഒക്കെ കിട്ടാനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടി ചെയ്യാം.